വീണ്ടും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. വെടിനിർത്തൽ ഒരു പരാജയമായി മാറിയിട്ടുണ്ടോ? ഇസ്രായേലാണ് പറയുന്നത് ഇറാൻ വെടിനിർത്തൽ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ചു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് അതിശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ഉത്തരവ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ രാത്രി ഒരു 12 മണി 12:30 ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഖത്തറിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ വന്നു. ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാമെന്നേ ഉള്ളൂ. ആക്രമിച്ചത് അൽ ഉദൈദ് എന്ന് പറയുന്ന അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പിനെയാണെന്ന് പറയാം. പക്ഷെ അതിരിക്കുന്നത് ഖത്തർ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തിലാണ്. അവിടെ ആക്രമണം നടത്തിയാൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ അവിടെയുള്ള അമേരിക്കൻ പട്ടാള ക്യാമ്പിനെ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏതാണ്ട് 60 ഏക്കർ സ്ഥലത്തിലാണ് ഈ അൽ ഉദൈദ് മിലിറ്ററി ക്യാമ്പുള്ളത്. ഖത്തർ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ഏതാണ്ട് ഇറാനിൽ നിന്ന് 190 കിലോമീറ്ററോ മറ്റോ ദൂരമുള്ളൂ, വ്യോമപരിധിയോ മറ്റോ ഉള്ളൂ ദൂരവ്യത്യാസം. അവിടെ ഒരു ആക്രമണം ഉണ്ടായി. 1996 മുതൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയുള്ള മരുഭൂമിയിലാണ് അമേരിക്കൻ സേനാത്താവളം ഉള്ളത്. അവിടേക്ക് ഇന്നലെ ആക്രമണം ഉണ്ടായി. അതിനെയൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അമേരിക്ക അത് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. അമേരിക്കയ്ക്ക് ഒരു കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. അതിന് ചില പറയുന്നത് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഈ ക്യാമ്പ് ആക്രമിക്കപ്പെടുമെന്ന് അമേരിക്ക വിവരമുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഏതാണ്ട് 40ഓളം വിമാനങ്ങൾ, ഹെർക്കുലീസ് C-30 130 ഉൾപ്പെടെയുള്ള വിമാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ അമേരിക്ക അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്ന് പറയുന്നത്. ജൂൺ 5 ഉള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ടാർമാർക്കിൽ വിമാനത്തിൻ്റെ റൺവേയിലും ടാർമാർക്കിലും ഒക്കെ ഉണ്ടായിരുന്ന വിമാനങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. 3 വിമാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്കയുടെ ഒരു സേനാ താവളത്തിലുണ്ടായിരുന്ന വിമാനങ്ങളെയൊക്കെ അമേരിക്ക സുരക്ഷിതമാക്കി മാറ്റി ബഹ്റിനിലുണ്ടായിരുന്ന 5th ഫ്ലീറ്റിനെയും മാറ്റിയിരുന്നു. അതായത് ഒരു ആക്രമണം വന്നാൽ വലിയ നാശനഷ്ടങ്ങൾ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഉണ്ടാവരുന്ന് എന്ന് കരുതിയിട്ട് അൽ ഉദൈദിലെ ഉൾപ്പെടെയുള്ള വലിയ സന്നാഹങ്ങളൊക്കെ അമേരിക്ക മാറ്റിയിരുന്നു. എന്നാൽ പോലും ഇന്നലെ രാത്രി ഈ ആക്രമണം കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അങ്ങനെ അമേരിക്കയ്ക്ക് നേരെ ആദ്യമായി ഈ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം ആദ്യമായിട്ട് അമേരിക്കയാണ് ഇറാനിൽ കയറി അടിച്ചത്. ഇറാൻ തിരിച്ചിന്നലെ അമേരിക്കയ്ക്ക് പോയി അടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു ബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ട്രംപിനെ പോലെ ഒരാളിരിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഉണ്ടായതെന്നറിയോ? എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു പ്രഖ്യാപനമാണ്. യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇറാനും ഇസ്രയേലും കൂടെ സമവായത്തിലെത്തി, ഇനി വെടിനിർത്തലാണ്, രണ്ടുപേരും മിടുക്കന്മാരെ കൊള്ളാം, അഭിനന്ദനങ്ങൾ, രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ദൈവം എല്ലാവരും രക്ഷിക്കട്ടെ എന്നൊക്കെ ഡയലോഗൊക്കെ അടിക്കും. അത് നോക്കൂ, അത് അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ സേനാ താവളത്തിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ അവരുടെ കരുത്ത് കാട്ടി എന്ന് തന്നെ പറയണം. ഇറാൻ ആ കരുത്ത് കാട്ടുമ്പോൾ അമേരിക്ക ശരി മതി സുല്ലിട്ടു, ഇനി സമാധാനം, എല്ലാവരും പിരിഞ്ഞു പോകും, ഇറാനും ഇസ്രയേലും കൂടെ സമാധാന കരാർ ഒപ്പിടണം, എന്നിട്ട് 12 ദിവസം ഇത് 12 days വാർ എന്ന് ഈ യുദ്ധം അറിയപ്പെടും. 6 ദിവസം യുദ്ധം ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് 12 days വാർ എന്നറിയപ്പെടും. എല്ലാവരും പിരിഞ്ഞു പോയേ, വീട്ടിൽ പോയേ, ഞങ്ങൾക്ക് കിട്ടിയത് മേടിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടു. എന്തായാലും അമേരിക്കയുടെ ഖത്തറിൻ്റെ പരമാധികാരത്തിലും അമേരിക്കൻ ബേസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പരമാധികാരം കൂടെ അവിടെ ഖത്തറിലുള്ളവരെ പോലും അവർ കയറ്റൂല. അവിടെ പോയി അവിടെ ഈ പറഞ്ഞ പോലെ ഖത്തർ ഈ പറയുന്ന ഒരു തീവ്ര ഇസ്ലാമിക ജീവിത രീതി പിന്തുടരുന്ന ഒരു ശരീഅത്തിൽ അധിഷ്ഠിതമായ ഭരണവ്യവസ്ഥയുടെ രാജ്യമാണെങ്കിൽ അവിടെ തുണിയില്ലാതെ അമേരിക്കൻ പെണ്ണുങ്ങൾ നടക്കുന്നത്. എവിടെ? അമേരിക്കൻ സേനാ ക്യാമ്പിൽ നാമമാത്ര വസ്ത്രം ധരിച്ച് എല്ലാ യൂറോപ്യൻ അമേരിക്കൻ ജീവിത രീതിയിലാണ് അവിടെ പട്ടാളക്കാരും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും ഒക്കെ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലം അമേരിക്ക തന്നെയാണ്. അൽ ഉദൈദ് ബേസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക തന്നെ. അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തി. അടിക്കുന്നത് എൻ്റെ കവിളത്ത് കൊള്ളും മുമ്പ് ഞാൻ തടുത്തു എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ആ ഒരു ട്രസ്പാസ് ഉണ്ടല്ലോ, ആ ട്രസ്പാസിനോട് അമേരിക്ക പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഇത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും കഴിവുകെട്ടൊരു നിലപാടാണ്. അമേരിക്കയെ കയറി മാന്തിയാലും അമേരിക്ക പറയും ഞാനത് ക്ഷമിച്ചു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതൊരു നാടകമാണ്. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വേറെയുണ്ട്, ആക്രമിക്കുമെന്ന വിവരം ഞങ്ങളെ അറിയിച്ചതിന് ഇറാന് നന്ദി. അപ്പോൾ ഖത്തർ ഇത് മീഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഖത്തറാണ് ഇതിൻ്റെ മധ്യസ്ഥത വഹിച്ചത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. അപ്പോൾ മധ്യസ്ഥതയുടെ വ്യവസ്ഥ എന്തായിരുന്നു?
ഒരുപക്ഷെ അമേരിക്കയോടൊന്ന് പറയണം, ഞങ്ങൾ 2 റോക്കറ്റ് അങ്ങോട്ട് വിടും, ചേട്ടന്മാരെ അടിച്ച് പൊട്ടിച്ചോ, ഞങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കണ്ടേ, ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ 2 എണ്ണം വിട്ടും ചേട്ടൻ അടിച്ചു കളഞ്ഞോ, അത് കഴിയുമ്പോൾ ഞങ്ങൾ സമ്മതിച്ചേക്കാം എന്ന് സമ്മതിച്ചോ? ഇതറിയണം. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അവരൊരു ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം. നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല യുദ്ധം, നാളെ ജനിക്കാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഏത് തലമുറയാണ്? ജൂതന്മാരുടെ തലമുറ. ജൂതന്മാർ ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരൊരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരുന്നില്ല, ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ എന്നൊരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. അതായത് 2040 ആകുമ്പോഴത്തേക്ക് ക്ലോക്ക് നിൽക്കും. അന്ന് ലോകത്ത് നിന്ന് ജൂതന്മാരെ തുടച്ചു നീക്കും, ഇസ്രയേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് ഒരു ഡിസ്ട്രക്ഷൻ ക്ലോക്ക് അവരുണ്ടാക്കി വെച്ചിരുന്നു. മിനിഞ്ഞാന്ന് ഇസ്രയേൽ കയറിയത് ബോംബിട്ട് തകർത്തു. എത്ര അപമാനകരമാണ്. അപ്പോൾ ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ തകർക്കുക, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആണവശേഷി കൈവരിക്കും എന്നുള്ളതാണ്. അതാണ് ഇസ്രയേലിൻ്റെ പേടി. അടുത്ത തലമുറയ്ക്ക്, ഞങ്ങളുടെ അടുത്ത കുഞ്ഞുങ്ങൾക്ക് ജൂതന്മാരാകെ അവശേഷിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, അവർക്ക് ഇനി ജീവിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക കളിക്കുന്ന കളി എന്താ? അമേരിക്ക കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ടൊക്കെ കുരങ്ങ് കളിപ്പിക്കുക. ട്രംപ് പറയുന്നത്, ട്രംപ് ഒരു സ്വിച്ച് ഇടുമ്പോൾ യുദ്ധം തുടങ്ങും, സ്വിച്ച് വീണ്ടും അമർത്തുമ്പോൾ യുദ്ധം അവസാനിക്കും. കുരങ്ങനെ കൊണ്ട് ചുടിയോറ് വരയ്ക്കൽ മാരിക്കും മാത്രമല്ല, ലോകത്ത് യുദ്ധം തുടങ്ങാനുള്ള സ്വിച്ച് എൻ്റെ കയ്യിലാണ്, യുദ്ധം അവസാനിക്കാനുള്ള സ്വിച്ച് എൻ്റെ കയ്യിലാണ്. യുദ്ധം തുടങ്ങി, ലോകത്തിന് ഭീഷണിയാവുന്ന ഇറാൻ്റെ ആണവശേഷി ഞാൻ നശിപ്പിച്ചു, ഒരു പണി ഞാൻ കൊടുത്തു, അതും സമാധാനത്തിന് വേണ്ടി. അന്ന് അഗ്രഷൻ നടത്തിയതിന് ശേഷം പീസ് മേക്കറായിരുന്നു. മുനീർ പറഞ്ഞു, പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞു അടുത്ത 2026 നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞു. മുനീറിനെ വിളിച്ച് കള്ളും സൂപ്പും കൊടുത്ത് സൽക്കരിച്ചതിന് ശേഷം പാകിസ്ഥാൻ അങ്ങനെ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം കയറി ഇറാനെ അടിച്ചു. അപ്പോൾ സമാധാനത്തിൻ്റെ മുഖം എന്ന് പറയുന്ന ഒരാൾ വേറൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്ന് ആക്രമണം നടത്തിയല്ലോ. എന്ത് സമാധാനം? അതിന് വേണമെങ്കിൽ പറയാം, സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്രമണം നടത്തി. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് പൂർണ്ണ സമ്മതം ഇതിന് ആർക്കുണ്ട്? ഇസ്രയേലിനുണ്ടോ? ഇസ്രയേൽ പൂർണ്ണമായി സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങൾ അതുകൊണ്ട് സർവ്വശക്തിയോടെടുത്തും തിരിച്ചടിക്കാൻ ഞങ്ങളുടെ പ്രതിരോധ സേനയ്ക്ക് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു കുഴപ്പം, എവിടെയോ ഏതോ ഒരു പന്തികേടെന്ന് പറയുന്ന പോലെ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോഴും ശ്രമിക്കുന്നത്, ഞാൻ സ്വിച്ചിട്ടപ്പോൾ യുദ്ധം തുടങ്ങി, സ്വിച്ചിട്ടപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ ഞാനാരാണ്? സമാധാനത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്ന ആൾ. ഈ മനുഷ്യൻ ചെയ്ത് കൂട്ടുന്നത് മുഴുവൻ ലോകത്ത് ഇയാളുടെ ഇമേജ് ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള തകൃതിയായ നാടകങ്ങളാണ്. സത്യത്തിൽ അമേരിക്ക നാണം കെട്ട് നിൽക്കുകയാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം. കാരണം എന്ത് നേടാൻ കഴിഞ്ഞു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു പാവ തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി. കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമേരിക്ക പറയുന്നത് പോലെ അവർ കേൾക്കുള്ളൂ. അവരുറപ്പ് പറയുന്നില്ല ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും തകർക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. ഇത് ഉറപ്പായിട്ടും ഈ തരത്തിലുള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ആക്രമണം നടത്തിയാൽ അണുവികിരണം ഉണ്ടാവും. അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയുന്നുണ്ട്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി കള്ളം പറയുകയായിരിക്കും. എന്താണ്, ഇവിടെ റേഡിയോ ആക്റ്റീവത പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ ശ്രമം പരാജയപ്പെട്ടു. നോക്കണം, ഫോർദോയിൽ അമേരിക്ക B-2 സ്പിരിറ്റ് വിമാനങ്ങളിൽ പോയി മാരകമായ 12ഓളം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു. 10,000 കിലോഗ്രാം ഭാരമുള്ള ബോംബുകളാണ്. അതിനുശേഷം പിന്നെ ഇന്നലെ പോയിട്ട് ഇസ്രായേൽ വീണ്ടും അടിച്ചല്ലോ. അവിടെ അമേരിക്ക തവിട് പൊടിയാക്കിയ സ്ഥലത്തേക്ക് ഇസ്രായേൽ വിമാനങ്ങൾ പോയിട്ട് വീണ്ടും ഒരു ആക്രമണം നടത്തിയതിലൂടെ ഇസ്രായേൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ അമേരിക്ക പറയുന്നതൊന്നും അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും ശകലം എന്തോ ബാക്കിയുണ്ട്, അല്ലെ സമ്പൂർണ്ണ നാശം വരുത്തി അമേരിക്ക എന്ന് ഇസ്രായേലിനെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഇസ്രായേൽ വീണ്ടും അവിടെ ആക്രമിക്കുമോ? ഇല്ല. അപ്പോൾ ഇസ്രായേലിന് പോലും വിശ്വാസം വരുന്നില്ല എന്ത്, അമേരിക്ക സമ്പൂർണ്ണമായും ഇറാൻ്റെ ന്യൂക്ലിയർ ശേഷി നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്? ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം അവസാനിപ്പിച്ചു. വാക്ക് ശ്രദ്ധിക്കുക, ട്രംപിൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ ദീർഘകാലത്തേക്കുള്ള വെടിനിർത്തലാണ്. അപ്പം ഗാസയിലെ വെടിനിർത്തൽ നമ്മൾ കണ്ടു, അത് വെടിനിർത്തൽ അലമ്പിപ്പിരിഞ്ഞു പോയി. അത് ദീർഘകാലമൊന്നും ട്രംപും പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇപ്പോൾ ഇസ്രായേൽ പറയാതെ, ഇറാൻ പറയാതെ ട്രംപ് പറയുകയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. വെടിനിർത്തലിന് ട്രംപിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയോ? ട്രംപ് എന്ന് പറയുന്ന ആൾ
ഇതിനകത്തൊരു കക്ഷിയാണ് ഇസ്രയേൽ. ട്രംപും പറയണം ഞാൻ വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു, അല്ലേ? ട്രംപ് ആക്രമിച്ചു, ട്രംപിനെ ആക്രമിച്ചു. ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഉറപ്പാണ്, അത് ദീർഘകാലത്തേക്കുള്ളതാണെന്ന് പറയുന്നത്. ഉടനെ ടെഹ്റാൻ്റെ പ്രതികരണം കണ്ടിരുന്നോ? ഇറാൻ പറഞ്ഞത് ഞങ്ങൾ വെടിനിർത്തലിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല, ഈ ഒരു കാര്യം ചെയ്യൂ, ഇസ്രയേൽ ഇറാൻ സമയം വെളുപ്പിനെ 4 മണിക്ക് മുമ്പ് ഇസ്രയേൽ ആക്രമണം നിർത്തട്ടെ, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാം. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഇറാനെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഇറാൻ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാനലാണെന്ന് പൊതുവെ ഒരു പേര് നമുക്കുണ്ട്. എങ്കിലും ഇവിടെയും ധീരമായൊരു നിലപാടെടുത്തിരിക്കുന്ന, സ്റ്റാൻഡ് എടുത്തിരിക്കുന്ന ഇറാനാണ്. ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഞങ്ങളോടാരും പറഞ്ഞിട്ടുമില്ല, ഇനി വേണമെങ്കിൽ ഇസ്രയേൽ ആക്രമണം നിർത്തട്ടെ എന്ന് പറഞ്ഞ പന്ത് വീണ്ടും അടിച്ച് ഇറാൻ ഇസ്രയേലിൻ്റെ കോർട്ടിലേക്ക്, അമേരിക്കയുടെ കോർട്ടിലേക്ക് ഇട്ടു. ഇസ്രയേൽ ഇതിനകത്ത് കക്ഷിയാണോ? ഇസ്രയേലിന് വേണ്ടി ഇനിയിപ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നെതന്യാഹു ഫോൺ എടുത്ത് ട്രംപിനെ പുളിച്ച തെറി വിളിച്ചിട്ടുണ്ടോ എന്നറിയണം. കാരണം ട്രംപ് മുമ്പ് നെതന്യാഹുവിനെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ജനുവരി 20-നായിരുന്നു, അല്ലേ? ജനുവരി 20-ന് അധികാരത്തിലേക്ക് വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ട്രംപ് നെതന്യാഹുവിനെ പണ്ട് ചീത്ത വിളിച്ച കുറേ സോഷ്യൽ മീഡിയ എക്സിലെ പോസ്റ്റുകൾ റീട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബന്ധമല്ല, ഇടയ്ക്ക് തെറ്റിയിട്ടുണ്ട്. ബൈഡനുമായിട്ട് വലിയ ഉടക്കുണ്ടായിരുന്നു, മിണ്ടാതിരുന്നു. അവസാനം ബൈഡൻ വിളിച്ച് 1 മണിക്കൂറോളം ടെലിഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ആ ബന്ധം വീണ്ടും നോർമലൈസ് ചെയ്യപ്പെട്ടത്. ട്രംപ് വന്നതിന് ശേഷം ഇപ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാടിനോട് ഇസ്രയേലിന് കാര്യമായ മമതയില്ല. ട്രംപ് ഇതിനകത്ത് ട്രംപിൻ്റെ കച്ചവടം, ട്രംപിൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കൽ, ട്രംപിനൊരു നോബൽ സമ്മാനം വേണം. ഇതിനു വേണ്ടി ട്രംപ് നടത്തുന്ന നാടകങ്ങളിലെ ഒരു കരുവായി തങ്ങൾ മാറി എന്നൊരു തോന്നൽ നെതന്യാഹുവിനുണ്ട്, ഇസ്രയേലിനുണ്ട്. ഇതാണ് ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഉള്ള ഒരു ചിത്രം. കാരണം ട്രംപ് ഇസ്രയേലിനെ പറ്റിച്ചു, ഇറാനെയും പറ്റിച്ചു, അമേരിക്കക്കാരെയും പറ്റിച്ചു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും യുദ്ധം നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ ഒരാൾ വിജയിയുണ്ടാണ്. അമേരിക്ക ഒരു മധ്യസ്ഥൻ്റെ റോളിൽ വിജയിച്ചിട്ടില്ല. കാരണം അമേരിക്ക മീഡിയേറ്റർ ആയിരുന്നില്ല, ഒരു അഗ്രസറായിരുന്നു, ഒരു ആക്രമണകാരി, ഒരു കക്ഷിയായിരുന്നു, യുദ്ധത്തിലൊരു കക്ഷിയായിരുന്നു. അടി ഇന്നലെ രാത്രി കിട്ടിയപ്പോഴാണ് യുദ്ധം വിരാമം വേണം എന്ന് ട്രംപിന് തോന്നിയത്. അപ്പോൾ ഇറാനെ ട്രംപും പേടിച്ചോ? ഇനി വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിന് രക്തസാക്ഷികളാകുന്ന കുറേ മനുഷ്യരുണ്ട്. ഇറാനിൽ ഒരു റിജീം ചേച്ചി വരാൻ പോണു, ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, ഖമനയുടെ ഭരണം വീഴുന്നു എന്ന് കരുതി തെരുവിലിറങ്ങിയ ഒരുപാട് മനുഷ്യരുണ്ട്. തട്ടം വലിച്ചു കയറി ചാക്കുകെട്ടുകൾ, മുഖം മൂടികളൊക്കെ വലിച്ച് കീറിയിട്ട് നൃത്തം ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ ജീവിതം ഇനി പ്രതിസന്ധിയിലാണ്, ഭീഷണിയിലാണ്. എന്തു ചെയ്യും അവർ? ട്രംപ് കുരുതി കൊടുത്തു. ഇറാനിലെ സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന ലക്ഷക്കണക്കിനായ മനുഷ്യരുടെ ജീവൻ ഈ അമേരിക്കൻ പ്രസിഡന്റ് പ്രത്യേകിച്ച് നയമൊന്നുമില്ലാതെ സ്വന്തം കീശ നിറപ്പിക്കാനുള്ള സാമ്പത്തിക താല്പര്യങ്ങളും സ്വന്തം ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു നൊബേൽ സമ്മാനം കിട്ടണമെന്നുള്ള ആർത്തി പൂണ്ട് നടക്കുന്ന ഒരു മതയാനയെപ്പോലെ നടക്കുന്ന, കള്ളു കുടിച്ച മതയാനയെപ്പോലെ നടക്കുന്ന ട്രംപ് നശിപ്പിച്ചത് ഇറാൻ്റെ സ്വാതന്ത്ര്യദാഹത്തെ കൂടിയാണ്. അപ്പോൾ ഇറാന് ഇപ്പോൾ ചരിത്രം ട്രംപിനെ അമേരിക്ക കണ്ട ഏറ്റവും നീചനായ പ്രസിഡന്റ് എന്ന് വിധി എഴുതിയാൽ പോലും അത്ഭുതമുണ്ടാവില്ല. കോമാളിയുമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.